നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. 2024, 23 അവസാനവും 24 ആദ്യമൊക്കെ ഉള്ള ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മൊത്തം കറണ്ട് അഫയേഴ്സ് നോക്കുന്നെങ്കിൽ നമുക്ക് വീഡിയോ ഒരു 2-3 മണിക്കൂറോളം എടുക്കുന്ന ഒരു വലിയ വീഡിയോ ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് ടോപ്പിക് വൈസ് അല്ലാതെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഉള്ള റാൻഡം ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ ഇതിൽ കൂടി ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോറടിക്കും വലിയ വീഡിയോ ആകുമ്പോഴത്തേക്കും. ഒരു 2-3 മണിക്കൂറൊക്കെ ആവും മൊത്തം കറണ്ട് അഫയേഴ്സ് തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. ഇന്ന് തന്നെ ഇപ്പൊ കാണുമ്പോൾ തന്നെ അതങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സാംസിന് എളുപ്പമായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യമായിട്ട് നമ്മൾ മെയിൻ നോക്കുന്നത് 2023-24 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചയെ പറ്റിയാണ്. മൊത്തത്തിലുള്ള GDP വളർച്ച 8.2% ആണ്. ഓക്കെ, ഇത് 4 പ്രാവശ്യമായിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തത് 4 പ്രാവശ്യമായിട്ട്, ഏപ്രിൽ മുതൽ ജൂൺ വരെ, ജൂലൈ മുതൽ സെപ്റ്റംബർ, അടുത്ത ഒക്ടോബർ, ഡിസംബർ, ജനുവരി, മാർച്ച്, ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് 4 പാദങ്ങളുടെയും അതിന്റെ സാമ്പത്തിക വളർച്ച ഇവിടെ നമ്മളൊന്ന് നോക്കിയാൽ മൊത്തത്തിലുള്ള GDP വളർച്ച എത്രയാണ്? 8.2% ആണ് കേട്ടോ. എക്കണോമിക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഏപ്രിൽ മുതൽ ജൂൺ വരെ എത്രയാണ്? 8.2% ആണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എത്രയാണ്? 8.1 ആണ്. അതുപോലെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 8.6 ആയിരുന്നു. ജനുവരി മുതൽ മാർച്ച് വരെ എത്രയാണ്? 7.8% ആണ്. 2023-24 സാമ്പത്തിക കാലഘട്ടത്തിലാണ് പറയുന്നത്. അതുപോലെ 2022-23 കാലഘട്ടത്തിൽ എത്രയായിരുന്നു എന്ന് ചോദിച്ചാല് 7% ആയിരുന്നു. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ ചോദിച്ചാല് 8.2% ആണ് ഇന്ത്യയുടെ 2023-24 കാലഘട്ടത്തിലെ സാമ്പത്തിക വളർച്ച. ഓക്കെയാണ്. അപ്പൊ അടുത്തത് നെറ്റ് സീറോ കാർബൺ എമിഷൻ പദ്ധതിയാണ്. അപ്പൊ എന്താണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ പദ്ധതി എന്ന് നോക്കാം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കേരള സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? നെറ്റ് സീറോ കാർബൺ പദ്ധതി. അപ്പൊ അതിന്റെ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന ഹരിതവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? നെറ്റ് സീറോ കാർബൺ എമിഷൻ പദ്ധതി. ഓക്കെയാണ്. ഏതിന്റെയൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ പദ്ധതി. അടുത്തത് നോക്കാം. 2024 ജിമെക്സ് 2024. ജിമെക്സ് എന്ന് പറയുമ്പോൾ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. ഒരുപാട് സൈനിക അഭ്യാസങ്ങൾ സംയുക്തമായിട്ട് നടത്തുന്നുണ്ട് ഇന്ത്യയുമായിട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 2024 ജിമെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേദിയാകുന്നത് യോക്കോസുക, ജപ്പാനിലാണ് കേട്ടോ. ഇന്ത്യയുടെയും ജപ്പാന്റെയും സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേരാണ് ജിമെക്സ്. ജപ്പാന്റെ ജെ ആണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഓർത്തിരിക്കാം. ജിമെക്സ് 24 സംയുക്ത സൈനിക അഭ്യാസം ആരൊക്കെയാണ്? ഇന്ത്യയും ജപ്പാനുമായിട്ടാണ്. വേദിയാകുന്നത് എവിടെയായിരുന്നു? യോക്കോസുക, ജപ്പാനിൽ വെച്ചിട്ടാണ്. അതുപോലെ 2024 G20 പുഷ്പമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ന്യൂഡൽഹിയാണ്. G20 അല്ല, G20യുടെ പുഷ്പമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ. അടുത്ത 2024 G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായ നഗരം റിയോ ഡി ജനീറോ, ബ്രസീലിലാണ്. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം G20 ഉച്ചകോടിയുടെ വേദികളൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഇതിന് തന്നെ വേറെ കുറച്ച് എന്താ, ഇപ്പൊ പുഷ്പമേള, വിദേശകാര്യമന്ത്രി, അങ്ങനെ അതിനകത്ത് തന്നെ വീണ്ടും കുറച്ച് വേദികൾ വരുന്നുണ്ട്. പുഷ്പമേള ന്യൂഡൽഹിയിൽ ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുത്ത് പഠിക്കുന്നത്. അടുത്തത് 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാല് ന്യൂഡൽഹിയാണ്. ഒട്ടുമിക്ക വേദികളും ന്യൂഡൽഹിയിലാണ് ഇപ്രാവശ്യം നടന്നത്. അപ്പൊ ഇന്ത്യയിൽ നടന്നത് കൊണ്ടാണ് നമ്മൾ അത് പഠിക്കേണ്ടി വരുന്നത്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാല് ന്യൂഡൽഹിയാണ് കേട്ടോ. അതെ, G20 രാജ്യങ്ങളിലെ പാർലമെന്റ് സ്പീക്കർമാരുടെ 9ാമത് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുഷ്പമേള പഠിച്ചു, വിദേശകാര്യ മന്ത്രിമാരുടെയും പിന്നെ പാർലമെന്ററി സ്പീക്കർമാരുടെയും പഠിച്ചു. അപ്പൊ ഇതെല്ലാം എന്താണ്? ന്യൂഡൽഹിയാണ്. വിദേശകാര്യ മന്ത്രിമാരുടെ റിയോ ഡി ജനീറോ ആണ്. അതുപോലെ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെയാണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് അത് ഇപ്പൊ തന്നെ പഠിച്ചു പോകുക. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് വെക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ മൊത്തത്തിൽ കറണ്ട് അഫയേഴ്സ് നല്ല ലെങ്ത് ഉണ്ടാവും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് വേണം. പിന്നെ ഇതുപോലെ ടോപ്പിക് കറണ്ട് അഫയേഴ്സുകളും ചെയ്യുന്നുണ്ട്, അതും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായ സ്പേസ് 20 പ്രോഗ്രാമിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഷില്ലോങ്ങിലാണ് കേട്ടോ.
അതും ഇന്ത്യയിലുള്ള നഗരം ആയതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തു പറയുന്നത്. അടുത്തത്, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? ആശാധാര. അരിവാൾ രോഗം എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത്? ആശാധാര. ഓക്കെ, ഒരുപാട് പദ്ധതികളുണ്ട്. ഇത് ഓരോ മാസവും നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോഴത്തേനും ഒത്തിരി പദ്ധതികളുണ്ട്. സർക്കാരിന്റെ പദ്ധതികളുണ്ട്, ആരോഗ്യക്ഷേമ വകുപ്പിന്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. എല്ലാ പദ്ധതികളും നമ്മൾ കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്നാലും ഇനിയും പുതിയ പുതിയ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പള്ളിപ്പുറം. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ്. അടുത്തത്, സൈനിക സഖ്യമായ നാറ്റോയുടെ 31ാമത് അംഗരാജ്യം ഏതെന്ന് വെച്ചാൽ ഫിൻലാൻഡ് ആണ് കേട്ടോ. 31ാമത് അംഗരാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. അടുത്ത ചോദ്യം, ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രാസ്ബർഗ് ആണ് കേട്ടോ. അതുപോലെ 2025 കാലാവസ്ഥ ഉച്ചകോടി COP30ക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. നമ്മൾ ഇന്നലത്തെ G20 പഠിച്ചപ്പോൾ COP28 COP29 പഠിച്ചിരുന്നു. ഇനി അടുത്ത് വരുന്നതാണ് COP30, അതായത് കാലാവസ്ഥ ഉച്ചകോടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. 2025 COP30 നടക്കുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രസീലിലാണ് നടക്കുന്നത്. അതുപോലെ 2027 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബെയ്ജിംഗ് ആണ് കേട്ടോ, ചൈന. 2027 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ബെയ്ജിംഗ് ആണ്. സ്പോർട്സ് വേദികൾ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഇതിലുണ്ട്. എന്നാലും നമ്മൾ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. സ്പോർട്സ് വേദികളെല്ലാം പ്രത്യേകമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അടുത്തത്, മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന പുരസ്കാരം 2024 നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. എന്തിനാണ്? ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരം 2024 നേടിയത് ഏതെന്ന് ചോദിച്ചാൽ ആരെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയുടെ പേരാണ് സാന്ത്വനം. ഓക്കെ, ഇനി ഒരുപാട് പദ്ധതികളുണ്ട്, മാറിപ്പോകരുത്. വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയാണ് എന്ത്? സാന്ത്വനം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിൽ അരിവാൾ രോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ഏത് വർഷത്തിലേക്കാണ്? അരിവാൾ രോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സിക്കിൾ സെൽ അനീമിയയാണ് അരിവാൾ രോഗം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ഏത് വർഷത്തേക്കാണ്? 2047 ഓക്കെ, 2047 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ കേന്ദ്രങ്ങൾ റീബ്രാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി നൽകിയ പുതിയ പേരെന്തെന്ന് വെച്ചാല് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്നാണ് പുതിയ പേര്. അതിന്റെ അതായത് ആയുഷ്മാൻ ഭാരതിന്റെ ആരോഗ്യ കേന്ദ്രങ്ങൾ അത് റീബ്രാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പുതിയ പേരുകൾ നൽകിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്നാണ് അതിന്റെ പുതിയ പേര്. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്പാണ് എന്ത്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളല്ല, അപ്പൊ അവരുടെ ആപ്പിന്റെ പേര് അതിഥി ആപ്പ്. ഓക്കെ, അതിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറും ഉണ്ട്. അതുപോലെ സ്പേസ് എക്സ് കമ്പനി വിക്ഷേപിച്ച റോക്കറ്റ് വിള്ളൽ ഉണ്ടാക്കിയ അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അയണോസ്ഫിയർ ആണ്. അപ്പം സ്പേസ് എക്സ് എല്ലാവർക്കും അറിയാം, അത് റോക്കറ്റ് വിക്ഷേപിക്കുന്നതാണെന്ന് അറിയാം. റോക്കറ്റ് വിക്ഷേപിച്ചപ്പോ അത് എന്തുണ്ടാക്കി? അന്തരീക്ഷ പാളിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി. അത് ഏത് അന്തരീക്ഷ പാളിയിലാണ് വിള്ളൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അയണോസ്ഫിയറിലാണ്. ഓക്കെ, അയണോസ്ഫിയറിലാണ് നമുക്ക് വിള്ളൽ ഉണ്ടായത്. അന്തരീക്ഷത്തിൽ വിള്ളൽ ഉണ്ടാക്കിയ റോക്കറ്റിന്റെ പേരാണ് ഫാൽക്കൺ 9. ഇതാണ് ഫാൽക്കൺ 9 ആണ് കേട്ടോ. അടുത്ത 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ GST ഇൻവോയ്സിംഗ് പരിധി എത്രയെന്ന് ചോദിച്ചാൽ 5 കോടിയാണ്. ചിലപ്പോൾ എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അടുത്ത 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻസ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. കബഡി ഇന്ത്യ. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ 8ാമത്തെ കിരീടം കൂടെയാണ് ഇത്. അടുത്തത്, രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളം പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ 2023-24 പ്രഖ്യാപിച്ച പദ്ധതിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പദ്ധതിയുടെ പേര് PM പ്രണാം സ്കീമാണ് കേട്ടോ. ഇതിന്റെ ഒരു പൂർണ്ണ രൂപം കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. PM പ്രണാം സ്കീം പ്രധാൻ മന്ത്രി പ്രോഗ്രാം ഫോർ റീസ്റ്റോറേഷൻ അവയർനെസ് നറിഷ്മെന്റ്
ആൻഡ് അമെലിറേഷൻ ഓഫ് മദർ എർത്ത് സ്കീം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ അല്ലെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് മാത്രം ഓർത്തു വയ്ക്കുക. PM പ്രണാം സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്? രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജൈവവളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരാണ് കേട്ടോ, കേരള സർക്കാർ അല്ല, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM പ്രണാം സ്കീം. കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കാണല്ലോ പ്രധാനമന്ത്രി കൂടി ചേർന്ന് വരുന്നത്. അടുത്തത്, ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി ആദ്യ മലയാളി വനിതയാണ് മിന്നുമണി. മലയാളി വനിത ആരാണ്? മിന്നുമണിയാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇപ്പൊ ആരാണ്? ഹൈദരാബാദ് ആണ്. ഇന്ത്യയുടെ AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ആണ് കേട്ടോ. അടുത്ത, ട്വിറ്ററിന് ബദലായി മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ആണ് ത്രെഡ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് കാണുന്നത്. ഇപ്പം കൂടുതലായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ചോദിക്കുന്നത് എന്താണ്? ഇങ്ങനത്തെ ഫേസ്ബുക്ക് അങ്ങനത്തെ ആയിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനി ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. അതായത് അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ട്വിറ്ററിന് ബദലായി മെറ്റ കമ്പനി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് ത്രെഡ്സ്. മെറ്റ അറിയാലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഒക്കെ മെറ്റയുടെ കീഴിലാണ് വരുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയായിരുന്നത് സത്നം സിംഗ് സന്ധു ആണ്. സത്നം സിംഗ് സന്ധു, അതായത് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതിന്റെ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് സത്നം സിംഗ് സന്ധു എന്ന് പറയുന്നത്. അടുത്തത്, ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ഏക ബീച്ചാണ് ഇത് കാപ്പാട് ബീച്ച്. അത് കോഴിക്കോടിലാണ് വരുന്നത്. അപ്പോൾ അത് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാന അംഗീകാരം ഉള്ള ഒരു അംഗീകാരത്തിനെയാണ് എന്ത് പറയാ? ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത്. അത് കിട്ടിയത് ആർക്കാണ്? കാപ്പാട് ബീച്ചിനാണ്, കോഴിക്കോടുള്ള. അടുത്ത, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. ഖേലോ ഇന്ത്യയെ പറ്റി എല്ലാ ഇയറും എവിടെ നടന്നു, വിജയിച്ചത് ആരൊക്കെ എന്ന് നമ്മൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2024 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാല് മഹാരാഷ്ട്രയാണ്. അടുത്തത്, വായുശക്തി. അത് ഒരു വ്യോമ അഭ്യാസമാണ്. നമ്മൾ നേരത്തെ സൈനിക അഭ്യാസം പഠിച്ചതുപോലെ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമ അഭ്യാസമാണ് ഇത് വായുശക്തി 2024. അതിന് വേദിയാകുന്നത് പൊക്രാനാണ്, രാജസ്ഥാനില്. അടുത്തത്, കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദിയാണ് പെരിയാർ. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? പെരിയാർ ആണ് കേട്ടോ. 2024 ഫെബ്രുവരിയിൽ സൗരയൂഥത്തിൽ കണ്ടെത്തിയ പുതിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഏതാണ്? 3 പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ നടന്ന സൗരയൂഥത്തിൽ കണ്ടെത്തിയ പുതിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം 3. എന്താണെന്ന് വെച്ചാൽ യുറാനസിനെ ചുറ്റുന്ന ഒരു ഉപഗ്രഹവും നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന 2 ഉപഗ്രഹങ്ങളെയാണ് കണ്ടെത്തിയത്. അപ്പം യുറാനസിന്റെ ഒരു ഉപഗ്രഹവും നെപ്റ്റ്യൂണിന്റെ 2 ഉപഗ്രഹവുമാണ് കണ്ടെത്തിയത്. മൊത്തം 3 കണ്ടെത്തിയത്. 2027 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? ബെയ്ജിംഗ്, ചൈനയാണ് കേട്ടോ. പിന്നെ മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 85 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. മുൻപ് 80 വയസ്സായിരുന്നു. അതായത് തപാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 80 വയസ്സായിരുന്നു, ഇപ്പൊ അത് 85 വയസ്സാക്കി ഉയർത്തിയിട്ടുണ്ട്. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് കേട്ടോ. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് ചെയ്യാനുള്ള പരിധി 85 വയസ്സാക്കി ഉയർത്തിയത്. ആദ്യം 80 വയസ്സായിരുന്നു. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ പദ്ധതി. എന്താണ് ഹാരിയർ പദ്ധതി? ഓക്കെ, 2024 ബയോ ഏഷ്യ ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് വെച്ചാൽ ഹൈദരാബാദ് ആണ്. ബയോ ഏഷ്യ ഉച്ചകോടി എവിടെയാണ് നടന്നത് വെച്ചാൽ ഹൈദരാബാദ് ആണ് നടന്നത്. രാജ്യാന്തര ക്രിക്കറ്റിൽ 600 സിക്സുകൾ നേടിയ ആദ്യ താരമാരെന്ന് വെച്ചാൽ രോഹിത് ശർമ്മയാണ്. ഓക്കെ, 600 രാജ്യാന്തര ക്രിക്കറ്റിലാണ് കേട്ടോ. രാജ്യാന്തര ക്രിക്കറ്റിൽ 600 സിക്സുകൾ നേടിയ ആദ്യ താരം എന്ന് പറയുന്നത് ആരാണ്? രോഹിത് ശർമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സുകളാണ്. അപ്പൊ മൊത്തം ഞാൻ പറയും, മൊത്തം ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആപ്പിൽ, ചലഞ്ചർ ആപ്പിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സുകൾ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ 10th പ്രിലിംസ് എന്ന് കാണുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ ഡെയിലി ക്വിസ് ഉണ്ടാവും, ടോപ്പിക് എക്സാം ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും, മോക്ക് എക്സാംസ് ഒരുപാടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുവരെ കുറച്ച് പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് എന്താണ് ഡെയിലി ഓരോ എക്സാം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ടോപ്പിക് എക്സാമും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എല്ലാ PDF കിട്ടും. SCRTയുടെ PDF കിട്ടും. വിത്ത് മെന്റർഷിപ്പോട് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ടോപ്പിക് എക്സാം ഉണ്ട്. നമ്മുടെ ഈ ഹോം പേജിൽ ടോപ്പിക് എക്സാം ഇത് ക്ലിക്ക് ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരാൻ പറ്റും. ടോപ്പിക് എക്സാമിൽ എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് ഓരോ ടോപ്പിക്കാണ്. ഇന്നിപ്പോ 6 മണി തൊട്ട് 9 മണി വരെയാണ് ടോപ്പിക് എക്സാം ഉള്ളത്. അപ്പൊ 6 മണിക്ക് നമുക്ക് ഇന്ന് ഒരു ടോപ്പിക് ചെയ്യാം. ആ ടോപ്പിക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപകാരപ്പെടും. അപ്പൊ നാളെ ചെയ്യാൻ പറ്റും. ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മാർക്കൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഡെയിലി എക്സാംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഡെയിലി എക്സാംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മോക്ക് എക്സാംസ് കിട്ടും. ആ മോക്ക് എക്സാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ കേരളത്തിലെ ബാക്കി കുട്ടികളുമായിട്ടാണ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് എത്ര മാർക്ക്, എങ്ങനെ നിങ്ങൾ നെഗറ്റീവ്, അപ്പൊ നമുക്കൊരു എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ ആൻസേഴ്സും എല്ലാം കിട്ടും നിങ്ങൾക്ക് എക്സാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക. എല്ലാവരും കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.